ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകള്, വില വ്യത്യാസം ഒക്കെ പറഞ്ഞു. അതിന് എന്താ കിട്ടിയ മറന്നുപോയി. അതിന് കുട്ടീനെ ഞാൻ ഓർമ്മിപ്പിക്കാം. എന്താ മനസ്സിലായി? ഏകദേശം നല്ല സാധനങ്ങളാന്ന് മനസ്സിലായോ? മനസ്സിലായി. പിന്നെ അതിനൊരു ചെലവ് ചുരുക്കാൻ പറ്റുന്ന മനസ്സിലായില്ലേ? അവിടെ പിന്നെ ആരെ കൈവക്കിയ ആൾക്കാര്? ഷീജമ്മയുടെ അല്ല, വേറെ ആൾക്കാരെ കൈവയ്ക്കോ? ചോദ്യം ചോദിക്കുന്ന പിന്നെ ഞങ്ങൾക്ക് കയ്യൊക്കെയല്ല എന്നാക്കി. ഇനി ഞങ്ങക്ക് കയ്യില്ല. എന്താ മനസ്സിലായി? മാഡത്തിന് എന്താ മനസ്സിലായ? കഴിഞ്ഞ ക്ലാസ്സിൽ വിവി ഒരുപാട് അകലിയാണെന്ന് ഇരിക്കണ, ഞാൻ ഒരുപാട് അകലി. ശരിയാവില്ലല്ലോ. നല്ല സാധനങ്ങളാണ്. എന്താ നല്ല സാധനങ്ങൾ? നല്ല സാധനങ്ങളാന്ന് മനസ്സിലായി. നല്ല ഇഷ്ടമാണ്. നല്ല സാധനം. അത് മാത്രമാണ് ഞാൻ വാങ്ങിച്ചത് അല്ലേ? അതായിരുന്നു എനിക്ക് മനസ്സിലായി. ബാക്കിയൊന്നും ഞാൻ വാങ്ങിച്ചതല്ലേ? ബാക്കി വാങ്ങിച്ചത്, പക്ഷെ എനിക്ക് താല്പര്യം പെട്ടത് അല്ല. ബാക്കി വാങ്ങിച്ചോ? ചിലതൊക്കെ, എല്ലാം വാങ്ങാൻ കഴിയുന്നില്ല. പേസ്റ്റ് വാങ്ങിച്ചാ? പേസ്റ്റ് വാങ്ങി. അത് നല്ലതല്ലേ? അപ്പൊ പതുക്കെ പതുക്കെ വാങ്ങിക്കുക, ഓരോന്നോരോന്ന് വാങ്ങിക്കുക. വാങ്ങിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും. ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. ഇറങ്ങി തിരിച്ചവരൊക്കെ എന്തായാലും രക്ഷപ്പെടും. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. സുഭാഷ് സാർ എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് ഷോളി എന്നാണ്. 17 വർഷം സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു. വിദേശത്തുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. RCM എന്ന് പറയുന്ന നന്മയെ ഞാൻ പരിചയപ്പെട്ടത് 4 വർഷം മുമ്പാണ്. അന്ന് ഞാൻ AC സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോഴാണ് പരിചയപ്പെട്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ, RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ആരോഗ്യം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോ ഓരോ മീറ്റിങ്ങുകൾക്കൊക്കെ ഞാൻ പോയപ്പോ 15 ഗുളിക 20 ഗുളിക കഴിച്ചോര് ഒരു ഗുളികയും കഴിക്കാതെ ചിലർക്ക് 1-2 ഗുളിക മാത്രം കഴിച്ചുകൊണ്ട് മാത്രം നല്ല ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കണം. ഇത് കണ്ടപ്പോഴാണ് ഞാൻ എന്റെ ജോലി നിർത്തിയിട്ട് RCMലേക്ക് വന്നത്. RCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ആണോന്ന് വെച്ചാൽ ബിസിനസ് ആണെന്ന് പറയാം. എന്നാൽ ബിസിനസ് മാത്രമാണോ? അല്ല, ഒരു ജീവിത രീതിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം. RCM എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം. അതാണ് നമുക്ക് പെട്ടെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ, ഇന്ന് നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണത്തിൽ, ഇന്ന് നമ്മൾ നിത്യോപയോഗ സാധനങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിലൂടെ നമ്മുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്ലോ പോയിസൺ എന്ന് പറഞ്ഞാൽ എന്താ? വിഷങ്ങള് നമ്മുടെ രോഗമായിട്ട്, അതായത് നമ്മൾ വീട്ടിലേക്ക് പലചരക്കടയിൽ നിന്ന് ഒരു 1000 രൂപയുടെ സാധനം വാങ്ങിക്കൊണ്ടുവരിക. അതില് കുറച്ച് രോഗകാരികൾ ഉണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മള് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ഭൂരിഭാഗവും രോഗം വാങ്ങിക്കൊണ്ടുവരുന്ന പോലെയാണ് വരുന്നത്. നമ്മള് പുറത്തുനിന്ന്. എന്താ ഇവിടെ സംഭവം? വിഷയം എന്ത്?